വീണ്ടും പേരുമാറ്റ വിവാദം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക ഹാളിന്റെയും പേരുകൾ ഗണതന്ത്ര മണ്ഡപം, അശോക മണ്ഡപം എന്നിങ്ങനെ മാറ്റി വിജ്ഞാപനമിറക്കി. രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. നടപടിയിൽ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പേരുകൾ മാറ്റുന്നത് വ്യാപകമാണ്. നേരത്തെ രാജ്പഥ് കർത്തവ്യപഥ് എന്നും രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാനമെന്നും മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പേരുമാറ്റം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക ഹാളിന്റെയും പേരുകൾ ഗണതന്ത്ര മണ്ഡപ്, അശോക മണ്ഡപ് എന്നിങ്ങനെ മാറ്റിയാണ് വിജ്ഞാപനമിറക്കിയത്. ദേശീയ പുരസ്കാര സമർപ്പണം ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകൾ നടക്കുന്ന വേദിയാണ് ദർബാർ ഹാൾ. ബ്രിട്ടീഷുകാരും ഇന്ത്യൻ രാജാക്കന്മാരും ഒത്തുകൂടിയ ഇടമാണ് ദർബാർ. ഇന്ത്യ റിപ്പബ്ലിക്കായതോടെ ദർബാർ എന്ന വാക്കിന്റെ പ്രസക്തി നഷ്ടമായെന്നും ആ സാഹചര്യത്തിലാണ് പുനർനാമകരണം ചെയ്തതെന്നും രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗണതന്ത്ര എന്ന വാക്ക് പുരാതന കാലം മുതൽ ഇന്ത്യൻ സംസ്കാരത്തിൽ വേരൂന്നിയതാണെന്നും ജനാധിപത്യമെന്നാണ് ആ വാക്കിന് അർത്ഥമെന്നുമാണ് വിശദീകരണം. അതുകൊണ്ടാണ് ഗണതന്ത്ര മണ്ഡപ് എന്ന് പുനർനാമകരണം ചെയ്തത്. ഇംഗ്ലീഷ് പദം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് അശോക ഹാളിനെ അശോക മണ്ഡപം എന്നാക്കിയതെന്നും പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം പേരുമാറ്റത്തിൽ വിമർശനവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.